എന്ത് പറ്റി നമുക്ക്? ഒന്നും പറയണ്ടേ ഷെബീറെ. ഇവിടെ കടകളുണ്ടല്ലോ. ചേട്ടാ ഒരു സർബത്ത്. നിനക്ക് പറയാലോ ഞാൻ മെഡിക്കൽ ഷോപ്പിലെന്നുള്ള കാര്യം. ബിസിനസ് ഒക്കെ ഭയങ്കര കുറവല്ലേ. അപ്പൊ വൈഫിന് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടേ അവളൊരു ഫോണും ഒരു സിമ്മ് മേടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഫോൺ അവളെടുക്കാൻ പോയിട്ടായിരുന്നു. ഞാന് ഒരു രേവതി എന്ന് പറഞ്ഞൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പെണ്ണ് രേവതി ഇല്ല, വേറൊരു രേവതി എന്ന് പറഞ്ഞ ചേച്ചി. അപ്പൊ നമുക്ക് ഈ സ്ഥല കച്ചവടം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ. അപ്പൊ ആ ചേച്ചി കൊടുങ്ങില്ല, ആ ചേച്ചി പടക്ക കച്ചവടം ഇരിക്കാനൊക്കെ. അപ്പൊ ആ ചേച്ചി കൊടുങ്ങല്ലൂർ ഒരു പടക്ക കച്ചവടം തുടങ്ങണമെന്ന് പറഞ്ഞു. പടക്ക കച്ചവടം തുടങ്ങാനൊരു കട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര പിന്നെ അതിനിടയിൽ ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഭയങ്കര തിരക്ക. അതിന്റെ ഇടയിൽ നമ്പർ സേവ് ചെയ്തില്ലടാ. അത് ഭയങ്കര തിരക്ക. അതിനിടയിൽ എന്റെ ഭാര്യ രേവതി വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഫോണ് എടുത്തിട്ട് എന്റെ പുതിയ നമ്പർ ഇട്ടാന്ന് പറഞ്ഞു. ഇതാണ് എന്റെ പുതിയ നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നമ്പർ സേവ് ചെയ്തു. ഞാനിതൊക്കെ കഴിഞ്ഞ് കടയൊക്കെ പൂട്ടി വീട്ടിൽ ചെന്ന് കുളിക്കാനായിട്ട് ഫോൺ അവിടെ വെച്ചല്ലേ. ഞാൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറച്ചു നേരം ഫോൺ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവള് വന്ന് അടുക്കളയിൽ നിന്ന് വന്നിട്ട് എന്നോട് വെച്ച് നിങ്ങൾ എൻ്റെ പേരും തൊട്ട് സേവ് ചെയ്തേക്കണ ഫോണിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അയ്യോ പിന്നെ അടി വന്നത് പെട്ടെന്ന് നോക്കണമെന്ന് അറിയാൻ പറ്റില്ല. എന്തോ മറ്റേ ദോശച്ചട്ടി എന്തോട്ടൊക്കെ ഉണ്ട് ഒന്നും പറയണം. പിന്നെ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഫോൺ മേടിച്ച് നോക്കിയപ്പോൾ ഉണ്ട്. ഞാൻ ഫോൺ മേടിച്ച് നോക്കി രേവതി പടക്കെന്നാണ് ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്നത് ഇവിടെ നമ്പർ. അയ്യോ അങ്ങനെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തുണ്ട് ആ ഫോണിക്ക് വേറൊരു കോള്. അപ്പൊ മറ്റേ ചേച്ചി റൂം നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പടക്കക്കട നടത്താനായിട്ട്. അപ്പൊ ഉണ്ട് ആ ചേച്ചിയുടെ നമ്പർ ഉണ്ട്, രേവതി മൈ ലവ്. പിന്നെ അടി വന്നത് എവിടെ നിന്ന്